540 വ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു പുതിയ വീടിൻ്റെ പ്ലാനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലാനുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റ് ത്രൂ അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കപ്പോൾ പ്ലാൻ വിശദമായിട്ട് ഒന്ന് കാണാം. നമ്മൾ ഈ പ്ലാനിൽ പരമാവധി എല്ലാ റൂമിലും ക്രോസ് വെന്റിലേഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലായാലും ശരി, ഈവൻ കിച്ചണിലായാലും നമ്മൾ പരമാവധി ക്രോസ് വെന്റിലേഷൻ വരത്തക്ക രീതിയിലാണ് ഇതിൻ്റെ വിൻഡോസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. അവരൊരു വാസ്തുവിദഗ്ധനെ കണ്ട് അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ നിർണ്ണയിച്ചതിന് ശേഷം നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവരെ ആഗ്രഹപ്രകാരം ബെഡ്റൂമുകൾക്കൊക്കെ നമ്മൾ മാക്സിമം സൈസ് നമ്മൾ ഇതിനകത്ത് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലെ പാർട്ടീഷൻ വാളുകളൊക്കെ ചിലതിലൊക്കെ നമുക്ക് ചെറിയ കട്ട വെച്ചിട്ട് ചെയ്യേണ്ടത്, അതായത് വീതി കുറഞ്ഞ കട്ട വെച്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന 2-3 പാർട്ടീഷൻ വാളുകൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏരിയ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ബ്രിക്ക് വെച്ചിട്ട് നമ്മളവിടെ പ്ലാനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സിറ്റ് ഔട്ട് 9x4 എന്നുള്ള സൈസിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. അവിടെ നേരെ പോകുന്ന ലിവിങ്ങിലേക്കാണ്. 9x9 എന്നുള്ള സൈസിലാണ് നമ്മൾ ലിവിങ് റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇവിടെ നിന്ന് ഒരു വ്യൂ കിട്ടത്തക്ക രീതിയിൽ ഒരു TV യൂണിറ്റ് നമ്മൾ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് നേരെ ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ 6 ആൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് നമ്മൾ അപ്സ്റ്റെയറിലേക്കുള്ള കോണി നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലേക്ക് ജസ്റ്റ് ഒരു കോണി മുറി മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മൾ വളരെ ഏരിയ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ലാൻഡിങ് വരുന്നത് നമ്മൾ ഈ സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ടാണ് അതിൻ്റെ ലാൻഡിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഏരിയ കുറച്ച് ചെയ്യുന്ന ഒരു 40 സ്ക്വയർ ഫീറ്റോളം മാത്രം നമുക്ക് അതിൻ്റെ മേലെ പണി വരത്തക്ക രീതിയിലാണ് നമ്മളതിൻ്റെ സ്റ്റെയർ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹാളിൽ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കിച്ചണാണ് വരുന്നത്. നമ്മൾ ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് അവിടുത്തെ പുകയില്ലാത്ത അടുപ്പും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് എക്സ്ട്രാ ഒരു സ്ലാബ് കൊടുത്തിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സിങ്ക് ഒക്കെ വെക്കാനുള്ളൊരു കൗണ്ടർ പോലെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ എക്സ്ട്രാ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്റ്റോറേജിനുള്ള റൂം എന്നുള്ളതിന് ബദലായിട്ട് വെർട്ടിക്കൽ സ്റ്റോറേജ്, അതായത് 10 അടി ഹൈറ്റിലേക്ക് തറ മുതൽ ടോപ്പ് ലെവൽ പോകുന്ന രീതിയിൽ നമ്മൾ വെർട്ടിക്കൽ സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചൻ്റെ എക്സിറ്റ് നമ്മൾ നേരെ വടക്കേ സൈഡിലായിട്ടാണ് വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ ഭാഗത്തൊരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. 4x5 എന്നുള്ള സൈസിലാണ് ഈ ടോയ്ലറ്റ് വരുന്നത്. ഈ ഹാളിൽ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. 11x11 സൈസുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ അതിൻ്റെ ബെഡിൻ്റെ പൊസിഷൻ കണ്ടിട്ടുള്ളത്. ഇവിടെയായിട്ട് നമ്മളൊരു വാർഡ്രോബും കണ്ടിട്ടുണ്ട്. 5 അടി വീതിയുള്ള ഒരു വാർഡ്രോബാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് നമ്മൾ ഈ റൂമിലും കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വാട്ടർ ക്ലോസറ്റും ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഒരു ഏരിയ കണ്ടിട്ടുണ്ട്. ഇനി ഹാളിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ റൂമിലെ ബെഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം ഇതിലാണ് നമ്മൾ ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റു റൂമിലെ പോലെ തന്നെ ഈ റൂമിൽ നമ്മൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഒരു വാട്ടർ ക്ലോസറ്റും ഒരു വാഷ് ബേസിനും നമ്മൾ ഈ പോയിന്റിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു കോണിമുറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ചെറിയൊരു ഏരിയ ആക്കിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റെയർ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെറും 40 സ്ക്വയർ ഫീറ്റ്, 41 സ്ക്വയർ ഫീറ്റോളം വരുന്നുള്ളൂ ആ സ്റ്റെയർ റൂമിൻ്റെ ഏരിയ എന്നുള്ളത്. അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മളിതിൻ്റെ സ്റ്റെയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഏരിയ കുറക്കാനുള്ള കാരണം വെച്ചാൽ വളരെ ബഡ്ജറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലാൻഡിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൻ്റെ മേലെ നമ്മൾ ഈ ഭാഗം നേരത്തെ കാണിച്ചിരുന്നത് പോലെ തന്നെ 220 ഹൈറ്റിലാണ് വരുന്നത് ഇതിൻ്റെ ലാൻഡിങ് വരുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈ ഒരു ഏരിയ മാത്രം നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയ മാത്രമാണ് നമ്മൾ ഈ 40 സ്ക്വയർ ഫീറ്റിൽ പണിയുന്നത്. അപ്പോൾ നമുക്ക് നിർമ്മാണ ചെലവ് വളരെ ചുരുങ്ങിയതായിട്ട് വരുള്ളൂ. ഇത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഇതുപോലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മളിനി വരുന്നതാണ്. അപ്പോൾ